രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്കിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഇത് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 മുതൽ 67 എപ്പിസോഡ് വരെ കടന്നിരിക്കുകയാണ്. നിങ്ങൾക്കത് കിട്ടും. സ്പോക്കൺ ഇംഗ്ലീഷ് കിട്ടും. അഷ്ടപദിയുടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അഷ്ടപദിയുടെ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ചൊവ്വായും രാധയുടെ പ്രണയം ഉച്ചയ്ക്ക് 12 മണിക്കും എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി ഉച്ചയ്ക്ക് 12 മണിക്ക് മറ്റ് നമ്മുടെ വീഡിയോസൊക്കെ 3 മണിയാകുമ്പോൾ റിലീസാകുന്നതായിരിക്കും. അപ്പോൾ അതോടൊപ്പം അപ്പോൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, ജ്യോതിഷമുണ്ട്, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ മാസം ജാനുവരി ഫെബ്രുവരി അങ്ങനെ ജനിച്ചവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ അതിനകത്തെല്ലാം ഉണ്ട്. ശിവലിംഗത്തെ എന്തിനാരാധിക്കുന്നു, ഗണപതി ആരാധന എന്തിനു വേണ്ടിയാണ്, അപ്പോൾ ജ്യോതിഷമുണ്ട്. അതേ കണക്ക് തന്നെ അതിനകത്ത് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, രാധാദേവിയുടെ കഥയുണ്ട്, പിന്നെ അഷ്ടപതിയുണ്ട്, അഷ്ടാവക്ര ഗീതയുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഓരോ ഹിന്ദുവും അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു സാധനമാണ് അഷ്ടാവക്ര ഗീത. നിമിഷങ്ങൾ കൊണ്ട് മോക്ഷം ലഭിക്കുന്ന ഒരു തന്ത്രമാണ് അഷ്ടാവക്ര ഗീത എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എങ്ങനെ വീട്ടിൽ ധനം കുമിഞ്ഞുകൂടാം. മനസ്സിലായില്ലേ? ധനം നിങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാക്കാം. അത് നമുക്ക് ആദ്യം ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം സരസ്വത്യൈ നമഃ. ഓം സർവശക്തി ഐക്യരൂപ ശ്രീ മൂകാംബായേ നമോ നമഃ. ഓം നമഃ ശിവായ. ഓം ഉമായേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ആപത്തുകളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്ന് ധനമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിശ്ചയമായും നിങ്ങൾക്ക് ധനം വന്നുകൂടും. ഒരു ജോലിയും കൂലിയും ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഭാഗ്യക്കുരു ടിക്കറ്റെങ്കിലും എടുത്താൽ മതി. എനിവേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. ആദ്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഈ ജന്മത്ത് നിങ്ങൾക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം, കഴിഞ്ഞ ജന്മത്ത്, ഇപ്പം സ്ത്രീകളാണെങ്കിൽ കഴിഞ്ഞ ജന്മത്ത് സ്ത്രീകളാണെങ്കിൽ അവരുടെ കാമുകനോ അല്ലെങ്കിൽ രഹസ്യ ഭർത്താവിനോ സ്വർണങ്ങളും പണങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട്. പുരുഷനാണെങ്കിൽ തിരിച്ചവൻ്റെ കാമുകിക്കോ അല്ലെങ്കിൽ രഹസ്യ ഭാര്യയ്ക്കോ സ്വർണങ്ങളും പണങ്ങളും എടുത്തു കൊടുത്തു. വളരെ ശ്രദ്ധിക്കുക, പണം ലക്ഷ്മി ദേവിയാണ്. ആ പണത്തെ നിങ്ങൾ മിസ്യൂസ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ കൈകളിലേക്ക് അത് വരില്ല. അത് ഈ ജന്മത്തും നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ എടുത്ത് സ്വർണവും പണവും ഒക്കെ എടുത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. കാരണം പിന്നെ ലക്ഷ്മി ദേവി വരത്തില്ല. പണം അർഹതയുള്ളവർക്ക് കൊടുക്കാനാണ്. മനസ്സിലായില്ലേ? അല്ലാതെ കണ്ണി കണ്ടവർക്കൊന്നും എടുത്തു കൊടുക്കരുത്. അങ്ങനെ കഴിഞ്ഞ ജന്മം ചെയ്തിട്ടുള്ളവർ ഈ ജന്മം സാമ്പത്തികമായി ബുദ്ധിമുട്ടും. 2, കഴിഞ്ഞ ജന്മത്തൊക്കെ കൊള്ളപ്പലിശക്കൊക്കെ കടം കൊടുത്തവരുണ്ട്. കിട്ടാത്തതിന് അവരെയൊക്കെ ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയവരെയൊക്കെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ജീവിച്ചവരുണ്ട്. അവർക്കും ഈ ജന്മത്ത് എന്തുണ്ടാകും? സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഭഗവാനോട് പറയണം, ഞാൻ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ പുറത്തു തരണമേ. ഇനി എനിക്ക് ധനം തന്നാൽ ഒരിക്കലും ഞാൻ അർഹതയില്ലാത്ത ആർക്കും അതെന്ത് ചെയ്യില്ല, കൊടുക്കില്ല. അതായത് നിങ്ങളുടെ ധനം തരുന്നത് ഒന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, ഭർത്താവിനല്ലെങ്കിൽ ഭാര്യയ്ക്ക്, അവർക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ആംബുലൻസ് ഒക്കെ പോകുന്ന സൗണ്ടായി കേൾക്കുന്നത്. അപ്പം അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ കുടുംബ അംഗങ്ങൾ സേഫ് ആയതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യണമെങ്കിൽ അപ്പുറത്തെ അണ്ണൻ കടം ചോദിച്ചു വരുമ്പോൾ കൊടുക്കുന്നതിനെ ദാനമെന്ന് വിളിക്കില്ല. മനസ്സിലായില്ലേ? ഏതെങ്കിലും അനാഥാലയത്തിൽ, അത് കഷ്ടപ്പെടുന്ന നല്ല അനാഥാലയമാണെന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ കള്ളത്തരമായ അനാഥാലയങ്ങളും ഉണ്ട്. ആ നല്ല അനാഥാലയത്തിൽ പോയി അവർക്ക് സംഭാവന ചെയ്യുക. അല്ലാതെ ചിലർ പറയാറുണ്ട് ചുമ്മാ, എൻ്റെ മനസ്സിനങ്ങ് അലിവ, എൻ്റെ അടുത്ത് ആര് വന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കും, അതൊരു വലിയ ദാനമാണെന്നാണ് നിങ്ങളുടെ വിചാരം. അല്ല, അത് ദാനമല്ല, അത് വിവരക്കേടാണ്. ദാനം എന്ന് പറയുന്നത് ഇതാണ്: ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തതും തിരിച്ചൊരു താങ്ക്സ് പോലും പറയാൻ നമ്മൾ ഇടം കൊടുക്കാത്തതും. അതായത് അനാഥാലയത്തിലെ കുട്ടിയൊക്കെ നമ്മൾ അന്നദാനം നടത്തുമ്പോൾ അവരാരും താങ്ക്സ് ഒന്നും പറയാനിരിക്കുന്നില്ല, അവരത് കഴിക്കുകയാണ്. അല്ലെങ്കിൽ അനാഥാലയത്തിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുക. അല്ലാതെ ഒരുത്തർക്കും നിങ്ങൾ പണം അങ്ങനെ കൊടുക്കരുത്. അപ്പം അനാവശ്യമായി ചെലവഴിക്കില്ല എന്ന് ഭഗവാനോട് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. അപ്പോൾ പണം ലക്ഷ്മി ദേവിയാണ്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് പണം ഉണ്ടാകുന്ന മാന്ത്രികപരമായ കാര്യങ്ങൾ. അതിന് ചില വ്രതങ്ങളുണ്ട്, വ്രതമെടുക്കണം, ചില മന്ത്രങ്ങൾ ചൊല്ലണം, പിന്നെ നിങ്ങളുടെ ജീവിത രീതിക്ക് തന്നെ മാറ്റം വരുത്തണം. അതെന്തൊക്കെയാണ് ജീവിത രീതിക്ക് വരുന്ന മാറ്റം? അതെല്ലാം ഞാൻ 1 by 1 ആയിട്ട് പറയും. ഇതെല്ലാ കാര്യങ്ങളും അനുസരിക്കണം. വ്രതവും എടുക്കണം, മന്ത്രവും ചൊല്ലണം,
മനസ്സിലായില്ലേ? മന്ത്രം പല മന്ത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിയാലും മതി. എല്ലാ മന്ത്രവും ചൊല്ലിയാൽ വളരെ നല്ലത്, വളരെ വേഗത്തിൽ വരും. പിന്നെ നിങ്ങളുടെ ജീവിതചര്യയ്ക്കും മാറ്റം വരുത്തണം. ഈ 3 കാര്യവും കൃത്യമായി ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ ധനം വരൂ. കാരണം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ധനം കിട്ടാനുള്ള അർഹതയില്ല. കഴിഞ്ഞ ജന്മം നിങ്ങൾ അങ്ങനെ ആയിരുന്നു. പിന്നെ അതിനു മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് എൻ്റെ നമ്പറിലൊന്ന്, എൻ്റെ നമ്പർ 9645333999. ജ്യോതിഷോപദേശമൊക്കെ സൗജന്യമാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും തരുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ ഇതുമാതിരി മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച കർമ്മദോഷം കിടക്കും, അതങ്ങ് ഇല്ലാതാകാനുള്ള എന്താണെന്ന് നോക്കിയിട്ട് ആ മന്ത്രവും കൂടെ തരാം. അതും ജപിച്ചു ഇതും ജപിച്ചു കഴിയുമ്പോൾ മാറും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ തന്നെ കാണുക. കാരണം ഇതെല്ലാം കൃത്യമായി പാലിക്കണം. ആദ്യമായിട്ട് ധനമുണ്ടാകാൻ നിങ്ങൾ എടുക്കേണ്ട ഒരു വ്രതം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ്. ആ വ്രതത്തിൻ്റെ പേര് കമലവ്രതം എന്നാണ്. ആ വ്രതത്തിൻ്റെ പേര് അതായത് കന്നിമാസം, കന്നിമാസത്തിലെ ഏകാദശി. ഈ കന്നിമാസത്തിലെ ഏകാദശി എന്ന് പറഞ്ഞാൽ അതീവ ശ്രേഷ്ഠമാണെന്നറിയുക. ആ കന്നിമാസത്തിൽ വരുന്ന 2 ഏകാദശി ഉണ്ടെങ്കിൽ 2ഉം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കന്നിമാസത്തിലെ ഏകാദശിക്ക് കമല എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? കന്നിമാസത്തിലെ ഏകാദശി കമല എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ ഒറ്റ വ്രതമാണ്. ഈ ഒരു വ്രതം എടുത്ത് ബാക്കി മന്ത്രം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധനം വരും. പിന്നെ നിങ്ങളത് തുടർച്ചയായി എല്ലാ കന്നിമാസത്തിലും നിങ്ങൾ എടുത്തുകൊണ്ടേ അങ്ങിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ധനം വരുന്ന സോഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അടയത്തില്ല. വളരെ വളരെ ശക്തിയുള്ള ധനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വ്രതമാണ് ആരെന്ന് പറയുന്നത് കമലവ്രതം. അല്ലാതെ മോക്ഷപ്രാപ്തിക്കോ മറ്റോ ഉള്ള ഒരു വ്രതം അല്ല. ഇതിനു വേണ്ടി ഇത് എങ്ങനെയാണ് കമലവ്രതം എടുക്കുന്നത്? കമലവ്രതം എടുക്കുന്നതിന് ശരിക്കും നിങ്ങൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. അതായത് ഏതാണ്ടൊരു 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. ചിലർ പറയും 4 മണി എന്നൊക്കെ പറയാമല്ല. ഈ വ്രതം എടുക്കുന്ന ആൾക്കാർ വെളുപ്പിനെ 3 മണിയാകുമ്പം ഉണരണം. അങ്ങനെ ഉണർന്നതിന് ശേഷം അവർ കുളിച്ച് പുതിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ പഴയ വസ്ത്രം കഴുകി വൃത്തിയാക്കി വെച്ച വസ്ത്രം ധരിച്ചിട്ട് അതിനു മുമ്പ് ലക്ഷ്മി നാരായണൻ്റെ ചിത്രം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിനകത്ത് ലക്ഷ്മി നാരായണ പിക്ചർ അടിച്ചു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാം. അതുകൊണ്ട് എന്ന് ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നവരടുത്ത് കൊടുത്താൽ അവരത് ഫ്രെയിം ചെയ്തു തരും. 250-300 രൂപയേ ഉള്ളൂ. അത് കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിളക്ക് കൊളുത്തുക. അപ്പോൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ശുദ്ധിയോടുകൂടി വിളക്ക് കൊളുത്തിയതിന് ശേഷം അതിൻ്റെ മുമ്പിലിരുന്ന് ഓം ലക്ഷ്മി നാരായണായ നമ, ഇതാണ് മന്ത്രം. ഓം ലക്ഷ്മി നാരായണായ നമ. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോ നേരവും 1008 തവണ ജപിക്കണം നിങ്ങൾ. മനസ്സിലായില്ലേ? രാവിലെ 1008 തവണ. ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളിത് വിളക്ക് കത്തിച്ചതിന് ശേഷം, വിളക്ക് കത്തിച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു 10-21 പ്രാവശ്യം ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടിയോ തുളസി തറയോ ഉണ്ടെങ്കിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ആ തുളസി തറയോട് ചേർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ തുളസി ചെടിയോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആ തുളസി ചെടിയുടെ സമീപത്തിരുന്ന് ജപിക്കണം. കാരണം ഹരിപ്രിയല്ലേ തുളസി ചെടി. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ് ധനം വരുന്നതിന്. ഈ മന്ത്രങ്ങളെല്ലാം നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വീഡിയോ അവസാനിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഈ മന്ത്രം കൊടുത്തിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്ത് ഇതിൽ പറയുന്ന എല്ലാ മന്ത്രവും അതിനകത്തുണ്ട്. അത് എഴുതിയെടുത്താൽ മതി. അപ്പം നിങ്ങൾ ഈ ചിത്രം കൊണ്ടുചെന്ന് തുളസി ചെടിക്ക് അടുത്ത് വെച്ചിട്ട്, ഹരിപ്രിയയായ തുളസി ചെടിയുടെ അടുത്ത് വെച്ചിട്ട്, അതും കൃഷ്ണ തുളസിയാണ് അത്യുത്തമം എന്ന് പറയുന്നത്. സൂര്യൻ്റെ പ്രകാശം അടിച്ചാൽ ആ തുളസിയുടെ നിറം കൃഷ്ണൻ്റെ വർണ്ണമായി മാറും. അതുകൊണ്ടാണ് അതിനെ കൃഷ്ണ തുളസി എന്ന പേര് വിളിക്കുന്നത്. അതിൻ്റെ മുമ്പിലിരുന്ന് ഓം ലക്ഷ്മി നാരായണായ നമ
എന്ന മന്ത്രം 1008 തവണ രാവിലെയും ജപിക്കണം, ഉച്ചയ്ക്കും ജപിക്കണം, വൈകുന്നേരവും ജപിക്കണം. അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആയിരിക്കണം. മറ്റ് യാതൊന്നും കഴിക്കാനായിട്ട് വെജിറ്റേറിയൻ ആയിരിക്കണം. ഇറച്ചിയും മീനും കഴിക്കരുത്. മറ്റ് ആഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, ഒന്നുമില്ല. അല്ലാതെ വ്രതം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആഹാരം കഴിക്കാതൊന്നും വ്രതം എടുക്കേണ്ട ആവശ്യം ഇതിനകത്ത് ഇല്ല. അതേ കണക്ക് തന്നെ ഇനി മറ്റൊരു കാര്യമാണ്, നമുക്ക് ഭാദ്രമാസം എന്ന് പറയും. ഭാദ്രമാസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഓഗസ്റ്റ് മധ്യത്തിൽ തുടങ്ങി സെപ്റ്റംബർ മധ്യത്തിൽ തീരും. ഓഗസ്റ്റ് പകുതിയാകുമ്പോൾ തുടങ്ങും. അത് ആ സമയത്ത് നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയേക്കും ഭാദ്രമാസം എന്നും പറഞ്ഞ് അതിനകത്ത് എഴുതിയേക്കും. അപ്പം ഓഗസ്റ്റ് പകുതിക്ക് തുടങ്ങി സെപ്റ്റംബർ പകുതിയാകുമ്പം അവസാനിക്കുന്ന മാസമാണ് ഭാദ്രമാസം. ഈ ഭാദ്രമാസത്തിൽ ലക്ഷ്മി വ്രതം എടുക്കണം. ഈ ഒരു മാസവും കമ്പൽസറി ആയിട്ട് ലക്ഷ്മി വ്രതം എടുക്കണം. നിങ്ങൾ കലണ്ടർ എടുത്താൽ മതി, അതിനകത്ത് ഭാദ്രമാസം കൊടുത്തേക്കും. അത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് പകുതിക്ക് തുടങ്ങി സെപ്റ്റംബറിൽ തീരും. അപ്പോൾ ഈ ദിവസം നിങ്ങൾ അഷ്ടലക്ഷ്മിയുടെ മൂലമന്ത്രം എല്ലാ ദിവസവും ജപിക്കണം. ശരിക്കും അഷ്ടലക്ഷ്മിയുടെ മൂലമന്ത്രം ഗുരു ഉപദേശ പ്രകാരമാണ് ജപിക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നല്ല ഗുരുക്കളുണ്ടെങ്കിൽ അപ്പോൾ അവരെ സമീപിച്ചാൽ അവരത് ഉപദേശിച്ച് തരും. അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾ കണ്ണൂരോ കാസർഗോഡോ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഉപദേശിച്ച് തരാൻ പറ്റും. ഞാൻ പറയുന്ന രീതിയിൽ വീട്ടിൽ വിളക്കും ഒക്കെ ഒരുക്കി വെച്ചിട്ട് ആ മന്ത്രം ഞാൻ തരാം. ഉപദേശപ്രകാരം ജപിച്ചാൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ എന്താണ് ആ അഷ്ടലക്ഷ്മിയുടെ മൂലമന്ത്രം? അഷ്ടലക്ഷ്മിയുടെ മൂലമന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ലക്ഷ്മീം ശ്രീം ലക്ഷ്മീം കമലധാരിണ്യൈ സിംഹവാഹിന്യൈ സ്വാഹ. ഇത് രാവിലെ 108 തവണ, ഉച്ചയ്ക്ക് 108 തവണ, വൈകുന്നേരം 108 തവണ, അങ്ങനെ ഭാദ്രമാസം മുഴുവൻ ജപിക്കുക. സ്ത്രീകളാണെങ്കിൽ അശുദ്ധി വരുന്ന സമയത്ത് ഈ മന്ത്രങ്ങളൊന്നും ജപിക്കാൻ പാടില്ല. അപ്പൊ ധനം കുമിഞ്ഞുകൂടാനുള്ള രണ്ടാമത്തെ വ്രതവും ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ 2 വ്രതങ്ങൾ പറഞ്ഞു തന്നു: കമലവ്രതവും ഭാദ്രമാസത്തിലെ ലക്ഷ്മി വ്രതവും. ഈ 2 വ്രതമാകുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരുപാട് മുജ്ജന്മങ്ങളിലെ കർമ്മദോഷങ്ങളും കൂടെ തീർന്നു കിട്ടും. നിങ്ങൾ ചെയ്ത പാപങ്ങളും കൂടെ തീർത്ത് നിങ്ങൾക്ക് ധനത്തിലേക്കുള്ള മാർഗങ്ങൾ തുറന്ന് വിട്ടും. അതേ കണക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അത് ഒരുവിധമൊക്കെ ഉണ്ടെങ്കിൽ 21 മുഖമുള്ള രുദ്രാക്ഷം വാങ്ങിച്ച് ധരിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ നല്ലതാണ്. ധനമുണ്ടാകാൻ 21 മുഖമുള്ള രുദ്രാക്ഷം കിട്ടും. 21 മുഖമുള്ള രുദ്രാക്ഷം ധരിച്ച് മഹാലക്ഷ്മിയുടെ അഷ്ടകവും കനകധാരാസ്തവവും ദിവസേന ജപിച്ചാൽ മതി, ധനം വരും. ധനം വരാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. പിന്നെ ധനം വരുന്നതിനുള്ള ഇപ്പം ഞാൻ ഒരുപാട് മന്ത്രം തരുന്നു. വ്രതം 2 എടുക്കണം. മന്ത്രം ഞാൻ തരുന്നത് ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചാൽ മതി, ഇഷ്ടമുള്ള ഒരു മന്ത്രം. പക്ഷേ എല്ലാം ജപിച്ചാൽ അത്യുത്തമം. നിങ്ങൾക്ക് പൈസയ്ക്കൊക്കെ അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ അത് ചെയ്യണം. പിന്നെ ഭദ്രകാളിയുടെ ഒരു പ്രത്യേക മന്ത്രമുണ്ട്. ആ ഭദ്രകാളിയുടെ പ്രത്യേക മന്ത്രം 28 ദിവസം ജപിക്കണം. ഒരു ദിവസം 28 തവണയാണ് ജപിക്കേണ്ടത്. അതായത് ഒരു നേരം രാവിലെ 28 തവണ, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ടും 28 തവണ ജപിക്കണം. ഭദ്രകാളിക്ക് പല പല മന്ത്രങ്ങളുണ്ടെങ്കിലും ധനത്തിന് വേണ്ടി പ്രത്യേക മന്ത്രമുണ്ടെന്നറിയുക. പക്ഷേ ഈ മന്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മന്ത്രം സാധാരണ പോലെ ധരിച്ചാൽ പറ്റില്ല. നിങ്ങൾ ചുവന്ന പട്ട് വാങ്ങിക്കണം. അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചുവന്ന പട്ടുടുക്കണം. ചുവന്ന പട്ടുടുത്ത് കുങ്കുമം നെറ്റിയിൽ തൊടണം. അപ്പോൾ ചുവന്ന പട്ടുടുത്ത് കുങ്കുമം നെറ്റിയിൽ തൊട്ടിട്ട് വളരെ ഭക്തിയോടുകൂടിയാണ് ഭദ്രകാളിയുടെ ഈ മന്ത്രം ജപിക്കേണ്ടത്. 28 ദിവസം ജപിച്ചാൽ മതി. ഭയങ്കരമാണ്. ധനം വരുന്നതിന് എന്ത് തടസ്സമുണ്ടെങ്കിലും മാറിക്കിട്ടും. ആ മന്ത്രം ഇതാണ്: ഖഡ്ഗം കപാലം ധമരും ത്രിശൂലം സംബിഭ്രതി ചന്ദ്രകലാവതംസ. കേട്ടല്ലേ? ചന്ദ്രകലാവതംസ എന്നാണ് പറയുന്നത്. പിന്നെ പിങ്കോർധ്വകേശി സിത ഭീമ ദംഷ്ട്ര ഭൂയാധി ഭൂധ്യൈ
മമ ഭദ്രകാളി. ഇത് ജപിച്ചു കഴിഞ്ഞാൽ കിട്ടാക്കടങ്ങൾ കിട്ടും. നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പൈസ കടം കൊടുത്തിട്ടുണ്ട്, അവരിപ്പോൾ തിരിച്ചു തരുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഉത്തമമാണ് ഈ ഭദ്രകാളിയുടെ മന്ത്രം. ഈ ഭദ്രകാളിയുടെ മന്ത്രം ജപിച്ചാൽ നിങ്ങൾ കടം കൊടുത്തവർ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരുന്നില്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കാൻ നിങ്ങൾക്കിത് വളരെയധികം സഹായകമായി തീരുന്ന ഒരു മന്ത്രമാണ്. അതേ കണക്ക് ധനമുണ്ടാകാൻ വളരെ പ്രയോജനം ചെയ്യും. മനസ്സിലായില്ലേ? താരാദേവിയെ ആരാധിക്കുന്നത്, താരാ സപ്താക്ഷരി മന്ത്രം. അതിന് നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം താരാദേവിയെ ധ്യാനിക്കണം. അതൊരു ചുമ്മാ ഒരു രൂപം നമ്മൾ ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് ധ്യാനമന്ത്രം ചൊല്ലണം. ആ ധ്യാനമന്ത്രം ഇതാണ്: ശ്വേതാംബരാം. മനസ്സിലായില്ലേ? ധ്യാനമന്ത്രം ഇതാണ്: ശ്വേതാംബരാം ശാരദ ചന്ദ്രകാന്തിം സദ്ഭൂഷണാം ചന്ദ്രകലാപതംസാം കർത്രേ കപാലാന്വിത പാണി പത്മാം താരാം ത്രിനേത്രാം പ്രഭജേ അഖിലർധ്യൈ. ഈ മന്ത്രം താരാദേവിയെ, അതൊരു സ്ത്രീ രൂപം മനസ്സിൽ ധ്യാനിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഗൂഗിൾ എടുത്താൽ താരാദേവിയുടെ മന്ത്രം ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ താരാദേവിയെ മനസ്സിൽ ഈ മന്ത്രം പറഞ്ഞ് ആദ്യം ഒരു തവണ മന്ത്രം പറഞ്ഞ് ധ്യാനിക്കണം. എന്നിട്ട് താരാദേവിയുടെ മൂലമന്ത്രം 108 തവണ ജപിക്കണം. താരാദേവിയുടെ മൂലമന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം. മനസ്സിലല്ലേ? ഓം ത്രീം ഹ്രീം ഹും ഹ്രീം ഹും ഫൾ. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ധ്യാനമന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതി. അപ്പോൾ ആദ്യം ധ്യാനമന്ത്രം, അതിനുശേഷം ഏതാണ് ഈ ഓം ത്രീം ഹ്രീം ഹൂം ഹ്രീം ഹും ഫൾ എന്ന താരാമന്ത്രം സപ്താക്ഷരി നിങ്ങൾ ജപിക്കുക. മിനിമം 36 തവണ, പക്ഷെ 108 തവണയൊക്കെ ജപിച്ചാൽ അത്യുത്തമം. പിന്നെ നിങ്ങൾക്ക് സമയമുള്ള ദിവസങ്ങളിലൊക്കെ, എല്ലാ ദിവസവും ഇല്ലെങ്കിലും സമയമുള്ള ദിവസങ്ങളിലൊക്കെ ശങ്കരാചാര്യ സ്വാമികളുടെ സൗന്ദര്യ ലഹരി എന്ന പുസ്തകം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എടുക്കാം. ഈ സൗന്ദര്യ ലഹരിയിലെ 23ാമത്തെ ശ്ലോകമുണ്ട്: ത്വയാ ഹൃത്താവമാം. അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല, ബുക്ക് വാങ്ങിക്കുക. സൗന്ദര്യ ലഹരിയിലെ 23ാമത്തെ ശ്ലോകം. 33ാമത്തെ ശ്ലോകമുണ്ട്: സ്മരം യോനിം ലക്ഷ്മിയും. പിന്നെ എന്ന് തുടങ്ങുന്ന ശ്ലോകം. പിന്നെ 95ാമത്തെ ശ്ലോകമുണ്ട്. മനസ്സിലല്ലേ? പുരാരാധേ രന്ത എന്ന് പറയുന്ന ശ്ലോകം. അത് ഈ 3 ശ്ലോകം, സൗന്ദര്യലഹരിയിലെ ശ്ലോകം ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ബുക്ക് വാങ്ങിക്കുക, ശങ്കരാചാര്യ സ്വാമിയുടെ. ഇത് ചൊല്ലിയാലും വളരെ ഉത്തമമാണ്. ധനം വന്നു ചേരാൻ നല്ലതാണ്. ഒട്ടും ധനമില്ലാതെ കഷ്ടപ്പെടുന്നവർ ഈ മന്ത്രങ്ങളെല്ലാം വെച്ചങ്ങ് ചൊല്ലിയാൽ തീരെ ഇല്ല, 5 പൈസ ഇല്ല, കുത്തുവാള എടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളിത് ചൊല്ലുക. ഇത്രയും മന്ത്രങ്ങൾ ചൊല്ലുക. ആദ്യം 2 വ്രതം എടുക്കുക. ഒന്ന് പറഞ്ഞു ഞാൻ കമലാവ്രതം, 2 ഭാദ്രമാസത്തിൽ ലക്ഷ്മി വ്രതം എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങൾ പറഞ്ഞു തന്നു ഇല്ലേ? നമ്മൾ ഏതൊക്കെ മന്ത്രമാണ് ചൊല്ലേണ്ടത്? ലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലണം, ഭദ്രകാളിയുടെ മന്ത്രം ചൊല്ലണം, പിന്നെ 21 മുഖമുള്ള രുദ്രാക്ഷം. അതിപ്പോൾ എല്ലാവരും ധരിക്കണമെന്നില്ല, നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ മാത്രം ധരിക്കുക. പിന്നെ മഹാലക്ഷ്മി അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ മഹാലക്ഷ്മി സ്തവവും കനകധാര സ്തോത്രവും ഒക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സൗന്ദര്യ ലഹരിയിലെ സ്തോത്രം. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ധനമുണ്ടാകാൻ നമ്പർ 1 വ്രതം, അത് പറഞ്ഞു കഴിഞ്ഞു. നമ്പർ 2 ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മന്ത്രം. ഈ മന്ത്രം ജപിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിന് തുടർച്ചയുണ്ട്, വീണ്ടും ഞാൻ വരാം. അപ്പോൾ ഈ മന്ത്രം ജപിക്കുക. ഇനി 3ാമത്തത്, നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, അത് വളരെ പ്രാധാന്യമുണ്ട്. ആ ജീവിതം കൃത്യമായി പാലിച്ചിട്ട് വേണം ഈ മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലേണ്ടതായിട്ടുള്ളത്. 1, മാക്സിമം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരാൻ ശ്രമിക്കണം. അത് പിന്നെ ഇളവുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് കിടക്കുന്നവരാണ്, ചിലപ്പോൾ നമ്മൾ താമസിച്ചു പോകും, സാരമില്ല. പറ്റുമെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുക. ഇല്ലെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും ഉറക്കം എഴുന്നേക്കുക. പിന്നെ വളരെ ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയോ
മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്യരുത്. കാരണം കഴിഞ്ഞ ജന്മത്ത് ഒരുപാട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ജന്മത്ത് ധനത്തിന് ബുദ്ധിമുട്ട് വരുന്നത്. ആരെയും നിന്ദിക്കാൻ പാടില്ല, ഒരുത്തരെയും നിങ്ങൾ നിന്ദിക്കരുത്, ആരെക്കുറിച്ചും കുറ്റങ്ങൾ പറയാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അപ്രിയ സത്യങ്ങൾ പരസ്യമായി പറയരുത്, ഒരു കാരണവശാലും പറയരുത്. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഉറുമ്പുകൾ, കാക്കകൾ, മറ്റു വളർത്തു മൃഗം ഉണ്ടെങ്കിൽ അവർ, വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ കൊടുത്തിട്ടേ നിങ്ങൾ ഭക്ഷണം കഴിക്കാവൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉറുമ്പുകൾക്ക് ഒരല്പം പഞ്ചസാര പുറത്ത് കൊണ്ടുവന്ന് തൂറ്റിയാൽ മതി, വീട്ടിനകത്ത് വേണ്ട, പുറത്ത് കൊണ്ടുവന്ന് തൂറ്റുക. പുറത്ത് കാക്കയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇച്ചിരി ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പി കാക്കയ്ക്ക് വെക്കുക. അപ്പോൾ കാക്കയോ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളോ ഒക്കെ കഴിച്ചോളും. വീട്ടിൽ പശുവൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുക. ജോലിക്കാരുണ്ടെങ്കിൽ അവർക്കും കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അല്ല, നമ്മൾ കഴിച്ചിട്ടല്ല ജോലിക്കാർക്ക് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ ചെയ്യണം. ഭർത്താവാണെങ്കിൽ ഒരിക്കലും ഭാര്യയെ പട്ടിണിക്കിടരുത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഞ്ചിക്കാൻ പാടില്ല. സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കരുത്, സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കരുത്. നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വീട്ടിലൊരു തുളസി തറ വേണം, അല്ലെങ്കിൽ തുളസി വെച്ച് പിടിപ്പിക്കണം. പൂക്കൾ മാല കെട്ടാൻ, ഭഗവാന് മാല ചാർത്താൻ വേണ്ടി മാത്രമേ പൂക്കൾ ഇറുക്കാവൂ. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. അമാവാസി ദിവസം, പൗർണമി ദിവസം, അഷ്ടമി ദിവസം, കലണ്ടറിൽ നോക്കിയാൽ ഇതൊക്കെ കിട്ടും. അമാവാസി, പൗർണമി, അഷ്ടമി, ചതുർദശി ദിവസങ്ങളിൽ യാതൊരു കാരണവശാലും ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധം പാടില്ല, രതിലീലകൾ പാടില്ല. പിന്നെ ഉറങ്ങുമ്പം ഒന്നുകിൽ തെക്കോട്ട് തലവെച്ചുറങ്ങുക, അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ചുറങ്ങുക. വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തലവെച്ചുറങ്ങുന്നത് ധനം വരുന്നതിന് തടസ്സം നിൽക്കും. അത് വേറൊന്നുമല്ല, അത് സയൻസാണ്. അതിൻ്റെ ചില ഊർജം, അത് നമ്മുടെ ഊർജ്ജസ്വലതയെ ഇല്ലാതാക്കും. അപ്പം നമുക്ക് പണിക്ക് പോകാനൊന്നും തോന്നത്തില്ല, മടി പിടിച്ചില്ലാതെ കിടക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ വടക്ക് ഭാഗത്ത് തലവെച്ചാൽ എങ്ങനെ ധനം വരത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളിൽ നിൽക്കും. അത് ഭൂമിയുടെ ഗുരുത്വാകർഷണവും കാന്തിക ധ്രുവീകരണവും ഒക്കെ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാകും. പിന്നെ നിലവിളക്ക് കത്തിക്കുമ്പം വടക്ക് ഭാഗത്ത് നിന്നുകൊണ്ട് വേണം നിലവിളക്ക് കൊളുത്താൻ. ശ്രദ്ധിക്കണം, വടക്ക് ഭാഗത്ത് നിന്നിട്ട് വേണം നിങ്ങൾ നിലവിളക്ക് കൊളുത്തേണ്ടത്. സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മുടി അഴിച്ചിട്ടുകൊണ്ട് പോകാൻ പാടില്ല. ഒരു കാരണവശാലും മുടി അഴിച്ചിട്ടുകൊണ്ട് പോകരുത്. കുളിക്കുമ്പോൾ പരിപൂർണ നഗ്നരായിട്ട് കുളിക്കരുത്. പിന്നെ പ്രസാദം വാങ്ങിക്കുമ്പോൾ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ച് വേണം പ്രസാദം വാങ്ങിക്കാൻ. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, തിരുമേനി പ്രസാദം തരുമ്പോൾ എല്ലാവരും വലത് കൈ മാത്രം ഇങ്ങനെ നീട്ടും. അങ്ങനല്ല, ഈ ഇടത് കൈയുടെ പുറത്ത് വലത് കൈ വെച്ച് ഇങ്ങനെ വേണം നിങ്ങൾ ഏത് വാങ്ങിക്കാൻ, പ്രസാദം. അല്ലെങ്കിൽ അതൊരു നിന്ദയാണ്. ഒരു കൈ അങ്ങനെ നീട്ടി വാങ്ങിക്കരുത്, അതൊരു നിന്ദയാണ്. ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ച് മാത്രമാണ് നിങ്ങൾ പ്രസാദം വാങ്ങിക്കേണ്ടത്. മനസ്സിലായോ? രാവിലെ ഉറക്കമെഴുന്നേറ്റ് നേരെ ടോയ്ലറ്റിലോട്ട് പോകരുത്, അത് ഭയങ്കര ദോഷമാണ്. രാവിലെ ഉറക്കമെഴുന്നേറ്റതിന് ശേഷം തെക്കോട്ടും നടക്കരുത്, അങ്ങനെ വേണം കിടക്കേണ്ടത്. രാവിലെ ഉറക്കമെഴുന്നേറ്റ് നേരെ അങ്ങ് ടോയ്ലറ്റിൽ പോകരുത്, ഉറക്കമെഴുന്നേറ്റ് തെക്കോട്ട് നടക്കരുത്. രാവിലെ ഉറക്കമെഴുന്നേറ്റ് പൂജാമുറിയിലേക്ക് പോയി ഭഗവാനെ കാണുക. ഭഗവാനെ കണ്ടതിന് ശേഷം പിന്നെ വേണം നിങ്ങൾ ടോയ്ലറ്റിലോട്ടും മറ്റും പോകാൻ. ഗുരുക്കന്മാരെ നിന്ദിക്കരുത്, മാതാപിതാക്കളെ മാനിക്കണം. ഇനി വളരെ ശ്രദ്ധിക്കുക, പീരിയഡ്സ് ടൈമിൽ ഒരു കാരണവശാലും ശാരീരിക ബന്ധം പാടില്ല. നിങ്ങളുടെ വീട് മുച്ചൂടും മുടിയാൻ കാരണമാകുന്ന ഒന്നാണ് പീരിയഡ്സ് സമയത്തെ ദാമ്പത്യ ബന്ധമെന്ന് ആലോചിക്കുക. മനസ്സിലായില്ലേ? വരുന്ന ധനവും തിരിഞ്ഞു പോകും. ഒരു കാരണവശാലും പീരിയഡ്സ് സമയത്ത് സെക്ഷൽ റിലേഷൻഷിപ്പ് പാടില്ല. തെക്കോട്ടിരുന്ന് ഭക്ഷണം കഴിക്കരുത്. 2 നേരം കുളിക്കണം. ഒരു നേരം തല കുളിക്കുക, ഒരു നേരം ദേഹം കഴുകുക. അടുക്കള എപ്പോഴും നല്ല വൃത്തിയാക്കി വെക്കുന്ന വീട്ടിലേക്ക് ധനം വന്നു ചേരും. അടുക്കള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.
ധനം ആഗ്രഹിക്കുന്നവർ ഉറക്കവും എഴുന്നേറ്റിട്ട് നേരെ ഒരു പോക്കാണ് അടുക്കളയിലോട്ട്. പിന്നെ എങ്ങനെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നത്? സ്ത്രീജനങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് പല്ല് തേച്ച് ടോയ്ലറ്റിലൊക്കെ പോയി പിന്നെ തല കുളിക്കാൻ വയ്യെങ്കിൽ ദേഹമെങ്കിലും കഴുകി തലേന്നിട്ട ഡ്രസ്സ് മാറ്റി അടുക്കള ഒരമ്പലമാണെന്ന കാര്യം സ്ത്രീകളും മറക്കരുത്. നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഒരമ്പലമാണ്. പൂജാമുറി പോലെ ശുദ്ധമായി വെക്കേണ്ട ഒരമ്പലമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ഇറച്ചിയും മീനും ഒക്കെ, അത് വാങ്ങിച്ചു, അത് ശുദ്ധമായി വെക്കുക. ആ ഇറച്ചിയും മീനും ഒക്കെ അവിടെ ഇട്ട് പരത്തി ഇടാതെ, നിങ്ങൾ ഇറച്ചിയും മീനും കഴിക്കുന്നവരാണ്, അത് അടുക്കളയിൽ വെച്ചോളൂ, കുഴപ്പമില്ല. അടുക്കളയിൽ വെച്ചത് പാചകമൊക്കെ ചെയ്തോളൂ. പക്ഷെ എപ്പോഴും അടുക്കള നല്ല നീറ്റായിരിക്കണം. അപ്പോൾ നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കുളിച്ച് അല്ലെങ്കിൽ ദേഹം കഴുകി തലേന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് അടുപ്പിൽ ചെന്ന് അഗ്നിദേവനെ ധ്യാനിച്ചുകൊണ്ട് വേണം അടുപ്പിൽ നിങ്ങൾ തീ പറ്റിക്കാൻ. ഉറക്കം എഴുന്നേറ്റ് നേരെ ഉറക്കച്ചവടിയിൽ പോയി അടുപ്പും കത്തിച്ച് ചായ ഇട്ട് ചായയും കുടിച്ച് കുറേ നേരം അവിടെ കണ്ണും തിരുമ്മി ഇങ്ങനെ ഇരിക്കും. അവിടേക്ക് എങ്ങനെ പിന്നെ ലക്ഷ്മി ദേവി കയറി വരും? സത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വൃത്തികെട്ട ഇടപാടല്ലേ അതെന്ന് പറയുന്നത്. ഒരുപക്ഷെ തലേന്ന് എന്തൊക്കെ അശുദ്ധിയോടുകൂടിയായിരിക്കും നിങ്ങൾ കിടക്കുന്നത്. ഒരുപക്ഷെ തലേന്ന് രാത്രി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നതാണെങ്കിൽ അതുമാ വൃത്തികേടുമായ അടുക്കളയിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ എഴുമ്പേറത്തില്ല, ഗുണം പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായിട്ട് വേണം നിങ്ങൾ അടുക്കളയിലേക്ക് കയറാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ധനം വേണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യുക. 1, ഞാൻ പറഞ്ഞ രീതിയിൽ 2 വ്രതം എടുക്കുക. ഭാദ്രമാസത്തിലെ വ്രതം, കന്നിമാസത്തിലെ വ്രതം, ആ വ്രതം എടുക്കേണ്ട മന്ത്രമുണ്ട്. പിന്നെ അതിനുശേഷം ഭദ്രകാളിയുടെ മന്ത്രമുണ്ട് ചൊല്ലുക. താരാദേവിയെ ധ്യാനിച്ചുകൊണ്ട് താരാദേവിയുടെ മൂലമന്ത്രം ചൊല്ലുക. പിന്നെ കനകതാരാ സ്തോത്രം ചൊല്ലുന്നത് നല്ലതാണ്. പൈസ ഉള്ളവർക്ക് 21 മുഖമുള്ള ഏതാണ് രുദ്രാക്ഷം ധരിക്കാം. ഇത്രയും ചെയ്താൽ നിശ്ചയമായും ധനം വന്നിരിക്കും. ഇത് ഞാൻ പലർക്കും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ആ സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് അവർ കയറിയിട്ടുണ്ട്. അവരാണ് എന്നെ നിർബന്ധിച്ചത്, സാറേ ഇതിങ്ങനെ സാറ് വീഡിയോ ആയിട്ട് ഇറക്കുക, എത്രയോ പേര് കടന്ന് വിഷമിക്കുന്നു, അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രാധേയിലെ സബ്സ്ക്രൈബേഴ്സ് ധനമില്ലാതെ ബുദ്ധിമുട്ടരുത്. ഒരു പക്ഷേ എന്നെക്കൊണ്ട് ഈ വീഡിയോ രാധാറാണി തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. കാരണം രാധയുടെ സബ്സ്ക്രൈബേഴ്സിനെ രാധാറാണി എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഈ രാധയുടെ സബ്സ്ക്രൈബർ ഒരുപക്ഷെ മുസ്ലിം ആകാം, ക്രിസ്ത്യാനി ആകാം, എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതാകാം. എങ്കിലും ഈ രാധേ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? നിശ്ചയമായും രാധാറാണിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പിന്നെ വൃത്തിയായി ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ ധനം വരുന്നതിന് വേണ്ടി ഓം രാധായേ സ്വാഹ എന്ന മഹത്തായ മന്ത്രവും നിങ്ങൾ ജപിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരുപാട് മന്ത്രമുണ്ട്. ആ മന്ത്രങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അടുത്ത ബുധനാഴ്ച, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വെള്ളിയാഴ്ച. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ കാര്യത്തിനും, ഇനിയിപ്പോൾ ബിസിനസ് അഭിവൃദ്ധിക്കൊക്കെ മന്ത്രമുണ്ട്, ഓരോന്നിനുള്ള സ്പെഷ്യൽ മന്ത്രങ്ങളുമായിട്ട് ഞാൻ വരും. രാധേ ഓ രാധേ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. അപ്പോൾ ഇനി ആ ധനത്തിൻ്റെ മന്ത്രത്തിൻ്റെ വീഡിയോസാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യവും കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ. ഇതിനകത്ത് 1-2 പ്രധാനപ്പെട്ട വീഡിയോകളുണ്ട്. ഈ പ്രണയം പരാജയപ്പെടുന്നവരുണ്ട്. അത് കാമുകന്മാരാകട്ടെ, ഭാര്യാഭർത്താക്കന്മാരാകട്ടെ, അത് എന്തുകൊണ്ട് പ്രണയം പരാജയപ്പെടുന്നു, പ്രണയം പരാജയപ്പെടാതിരിക്കാൻ എന്തു വേണം,
അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിനകത്തുണ്ട്. പ്രണയ നൈരാശ്യം, പ്രണയം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു. അത് പ്രണയിക്കുന്നവർ മാത്രമല്ല, പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും നിശ്ചയമായിട്ടും അത് കണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് സാറ് രാധാഭക്തനായി. എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് ഇതൊക്കെ അറിയാം, പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനാണ് പറയുന്നത്. അപ്പോൾ ഈ 2 വീഡിയോസ് ഇതുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം, വളരെയധികം നല്ലതാണത്. മനസ്സിലായില്ലേ? പിന്നെ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് എല്ലാ പിതാക്കന്മാരും, എല്ലാ അച്ഛന്മാരും അത് കേൾക്കണം, എല്ലാ അമ്മമാരും അത് കേൾക്കണം. പ്രത്യേകിച്ചും ഡിവോഴ്സായിരിക്കുന്ന സകല അമ്മമാരും സകല അച്ഛന്മാരും അവരുടെ മക്കളും ആ വീഡിയോ കേൾക്കണം. ഒരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ. ഇനി നിങ്ങൾ ആ ധനത്തിൻ്റെ വീഡിയോ അത് എഴുതിയെടുത്ത് ചെയ്തോളൂ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാ